പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 20:29 ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. പൗലോസിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ അദ്ദേഹം അറിഞ്ഞ കാര്യമാണിത്. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും, അതിനാൽ ഉണർന്നിരിക്കണമെന്ന് പറയുന്നത് മിലോത്തോസിൽ നിന്നും എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരോടാണ് പറഞ്ഞത്. എന്നാൽ താൻ പോയ ശേഷം തനിക്കുള്ള ആത്മാർത്ഥത ഇവർക്കുണ്ടാകുമോ എന്ന ആകുലതയിലാണ് സഭയിലുള്ള ഓരോ വിശ്വാസികൾക്കും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിനുമുള്ള ഐക്യതയിലും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം. ഇങ്ങനെ ഇവർ പ്രാപിക്കണമെങ്കിൽ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ എന്ന് അദ്ദേഹം ഉപദേശിക്കാൻ കാരണം എബ്രായ വിശ്വാസികൾ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടവരാ. എന്നാൽ ഇപ്പോൾ ശിശുവിനെ പോലെ അവർ പാലന്വേഷിക്കാൻ കാരണം ആരാണെന്നുള്ള കാര്യം പൗലോസിന് വ്യക്തമായിട്ട് അറിയാം. അതിനാൽ എഫസോസിലുള്ള വിശ്വാസികളോട് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പറയുന്നു. പൗലോസിന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോൾ ഗമാലിയേലിന്റെ അടുക്കൽ പോയില്ല എന്ന് മാത്രമല്ല, സ്വന്തം മാംസരക്തങ്ങളോട് ആലോചന ചോദിക്കുകയോ മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ പോയി ഇനി എന്ത് ചെയ്യണമെന്നോ ചോദിച്ചില്ല. ഹൃദയദൃഷ്ടി പ്രകാശിച്ചപ്പോഴാണ് വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതും വിളിച്ചത് ആരാണെന്നും എന്തിനാണെന്നും വിളിച്ചവന്റെ തന്നെക്കുറിച്ചുള്ള ആശ എന്താണെന്നും അദ്ദേഹത്തിന് ബോധ്യമായത്. അപ്പോൾ വിളിയെക്കുറിച്ച് യഥാർത്ഥ ബോധ്യം ഇല്ലാത്ത ഒരു രാജാവിനെ പഴയ നിയമം യെശയ്യാവ് 38 നാം കാണുന്നുണ്ട്. അത് യഹൂദ രാജാവായ ഹിസ്കിയാവാണ്. അദ്ദേഹത്തിന് മരിക്കത്തക്ക ഒരു രോഗം വന്നു. ദൈവം തന്റെ വിശ്വസ്തതയെക്കുറിച്ച് അറിഞ്ഞ് ആയുസ് നീട്ടിക്കൊടുത്തതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. എന്നാൽ ദൈവഹിതമല്ലാത്ത ചിലത് താൻ ചെയ്ത് ബാബിലോണിൽ നിന്നും വന്നവരെ രാജധാനി മുഴുവൻ കാണിച്ചു. അത് ദൈവത്തിന് അനിഷ്ടമായി. യെശയ്യാ പ്രവാചകൻ വന്ന് ഹിസ്കിയാവോട് യഹോവയുടെ വചനം കേട്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് പറയുന്ന ചില കാര്യങ്ങൾ, നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്ന് വരെ ശേഖരിച്ച് വച്ചിട്ടുള്ളതൊക്കെയും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ രാജാവിന്റെ ഷണ്ഡന്മാരായി തീരുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് യെശയ്യാവ് പറയുന്നു.